ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഡ്രീമി അല്ലെങ്കിൽ ഇതുപോലെ ഗ്ലോ ആയിട്ടുള്ള എഫക്റ്റുകളാണ് കാണാനുള്ളത്. ഡാവിഞ്ചി റിസോൾവിൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ഡാവിഞ്ചി റിസോൾവിൽ കളർ പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ വലതുവശത്ത് എഫക്ട്സ് എന്ന് പറയുന്ന പാനലുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്യേണ്ട ഭാഗത്ത് ഗ്ലോ എന്ന് സെർച്ച് ചെയ്യുക. ഗ്ലോ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ താഴെയായിട്ട് ഒരു ഗ്ലോ എഫക്റ്റ് വരും. അതിനെ പതുക്കെ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഈ ഒരു നോഡിൽ ഡ്രോപ്പ് ചെയ്യുക. ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ വലതുവശത്ത് ഗ്ലോ എന്നുള്ള എഫക്റ്റ് ഇവിടെ എനേബിൾ ആയിട്ടുണ്ടാവും. അതിലിവിടെ താഴെ ഷൈൻ ത്രഷോൾഡ് എന്ന് കാണും. അതിൽ നിങ്ങൾ ഈ ഒരു പോയിൻ്റ് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ പതുക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഷൈൻ ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അതായത് ആ ഒരു ഗ്ലോ എഫക്റ്റ് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ട് വരുന്നത് കാണാം. അത് എത്രമാത്രം നിങ്ങളെ വീഡിയോയ്ക്ക് വേണോ അതിനനുസരിച്ച് ആ ഒരു പോയിൻ്റ് സെറ്റ് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് സ്പ്രെഡ് എന്ന് കാണാം. ഈ ഒരു സ്പ്രെഡിനെ നമ്മൾ വലതോട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് സ്പ്രെഡായി പോകുന്ന കാണാം. നമ്മൾ തിരിച്ച് ലെഫ്റ്റിലോട്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ഏരിയയിലേക്ക് ചുരുങ്ങി നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഷൈനായിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാം. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഏതാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ആ ഒരു ലെവലിനെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഷൈൻ ത്രഷോൾഡും അതുപോലെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ബാക്കി കാണുന്ന എഫക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ടുള്ള ഒരു ഗ്ലോ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രീമി എഫക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുട്ടേജിന് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി സ്പ്രെഡിൻ്റെ തൊട്ട് താഴെയായിട്ട് എച്ച് വേഴ്സസ് വി റേഷ്യോ എന്ന് കാണാം. അതിൽ നമ്മൾ ഈ ഒരു പോയിൻ്റ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നോക്കി കഴിഞ്ഞാൽ അതെന്താണെന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അതായത് ഹൊറിസോണ്ടൽ വേഴ്സസ് വെർട്ടിക്കൽ റേഷ്യോ ആണ് ഒരുദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരുമിച്ചായിരിക്കുമല്ലോ സ്പ്രെഡായി കിടക്കുന്നത്. ഇനി നമുക്കതിനെ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഇതുപോലെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. കണ്ടോ? ആ ഒരു ഗ്ലോ എഫക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് സ്പ്രെഡ് ആവുന്നത് കണ്ടോ? ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ഇത് വേണമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് തന്നെ കിടക്കട്ടെ. ഇനി തൊട്ട് താഴെയായിട്ട് റിലേറ്റീവ് സ്പ്രെഡ് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് കാണാം. ഇതിൽ ഈ ഒരു പോയിൻ്റ് പിടിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നോക്കിയേ, കണ്ടോ? റെഡും ഗ്രീനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും വരുന്നത് കാണാം. അതുപോലെ തന്നെയാണ് ഈ ഒരു ഗ്രീൻ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴും ആ ഒരു കളർ ചേഞ്ച് അവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ ഈ ഒരു ബ്ലൂയിലും അങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കളറുകൾ ഉപയോഗിക്കുക. ഇനി ഇവിടെ താഴെയായിട്ട് കളർ ഫിൽറ്റർ എന്ന് കാണാം. ഈ ഒരു കളർ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി വൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കളർ ഫിൽറ്ററിനെ വേറെ കളർ ആയി കഴിഞ്ഞാൽ ഇവിടെ ഗ്ലോ കിടക്കുന്നുണ്ടല്ലോ, ആ ഗ്ലോയുടെ കളർ മൊത്തത്തിൽ മാറും. ഞാൻ ഇവിടെ കാണിച്ചു തരാം. നോക്കിയേ, റെഡ് ആക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലോട്ട് ഇതിനെ ഷിഫ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. കണ്ടോ? ഞാൻ ഇവിടെ ഈ ഒരു റോസ് കളർ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, തൽക്കാലം പിങ്ക് കളർ ഇവിടെ സെറ്റ് ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഓക്കെ കൊടുക്കാം. ഇപ്പോൾ കണ്ടോ? ആ ഒരു ഗ്ലോ എഫക്റ്റ് മൊത്തത്തിൽ മാറി. ഇനി അതിൻ്റെ സാച്ചുറേഷൻ, അതുപോലെ ഗാമ, ഗെയിൻ, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അതിനെ കൺവേർട്ട് ചെയ്ത് എടുക്കുക. ഇവിടെ ഞാൻ ഓണും ഓഫും ആക്കി കാണിച്ചു തരാം. കണ്ടോ? അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഡാവിഞ്ചി റിസോൾവിൽ ഒരു ഗ്ലോ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രീമി എഫക്റ്റ് കൊണ്ടുവരാം. ഇനി ഡ്രീമി എഫക്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ കളറൊന്നും ഇല്ലാത്ത രീതിയിൽ വൈറ്റ് ഇട്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പക്കയാക്കി എടുക്കാൻ പറ്റും. ഇനിയും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ എടുത്ത് വലിച്ചിട്ടിട്ട് പതുക്കെ ഓരോന്നായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെയാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരും ലൈക്ക് അടിക്കുന്നില്ല, കമൻറ്റ് ചെയ്യുന്നില്ല. വീഡിയോ കണ്ടിട്ട് എല്ലാവരും പോകുന്നുണ്ട്. എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, വീഡിയോ യൂസ്ഫുള്ളാണ്, കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കമൻറ്റ് ദയവ് ചെയ്ത് ഇതിനകത്ത് ഇടുക. എങ്കിലേ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു റീച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.